ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. നമ്മൾ ഈ പറഞ്ഞ ഓക്കെ ചോദ്യമാണ് മുജാഹിദുകൾ നമ്മളെ മനസ്സിലേക്ക് ഞാനിപ്പോ പറയുന്നത് ന്യായമാണ്. അതേ പിന്നെ നമ്മുടെ ഭാഗത്താണ് തെറ്റാണ്. കാരണം നമ്മൾ മുജാഹിദുകളെ ക്ഷമിക്കണമെന്ന് നമ്മളെങ്ങനെയായ സർക്കാരിയാണ് എനിക്ക് ചോദിക്കാം. ഞാൻ ചോദിച്ചത് അത് സംബന്ധിച്ചല്ലോ നമ്മൾ നടത്താക്കല്ലോ ഒന്നിരിക്കുക. സത്യം വിജയിക്കും, പടസം വിജയിക്കും ഉറപ്പാണ്. സത്യത്തിന്റെ ആൾക്കാർ വിജയിക്കും, പടസത്തിന്റെ ആൾക്കാർ പരാജയപ്പെടുന്നത് ഉറപ്പാണ്. ഞാൻ ഇപ്പൊ ഞാനോട് ചോദിച്ച ചോദ്യം മനസ്സിലാക്കാൻ ശരിയല്ല. സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ എനിക്ക് ചിത്രീകരിച്ച അറുപത് എന്ന മറുപടി. ആ മറുപടി എനിക്ക് ഡൗട്ടാണ്. ഒന്നിപ്പോ അദ്ദേഹം പറഞ്ഞ ലേഖകൻ പിന്നീട് അത് തിരുത്തിയ സാധ്യത പറഞ്ഞത് അത് അബദ്ധമാകുന്നത് ആരോട് മനസ്സിലാക്കാൻ ഈ മുമ്പിലുള്ള ശക്തിയോട് കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ മുമ്പിൽപ്പെട്ട ആൾക്കാരോട് അല്ലെങ്കിൽ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചിഹ്നമാർക്ക് ചോദിച്ചാൽ പോലും ചോദിക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയാണ് എനിക്ക് ഇവിടെ അനവസരത്തിൽ എനിക്കുള്ള മറുപടിയിൽ തന്നെ പറഞ്ഞു. ആയിഷ ചോദിക്കുന്ന സമയത്ത് ആയിഷ ചോദിച്ചു എന്താണ് വെള്ളം തരുമോ ചോദിച്ചു. അത് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാൽ അവിടെ സെൽഫി പറഞ്ഞതും മാറി. എന്റെ ചോദ്യം പറഞ്ഞാൽ രണ്ട് ഇവിടെ വെള്ളം ചോദിച്ചു. പിന്നെ മാത്രമല്ല ഈ സംസ്ഥാനത്തിൽ അവസാനം അബ്ദുറഹ്മാൻ കൺക്ലൂഡിയുള്ള വിഷയമുണ്ട്. അതെന്താ? അതായത് കാര്യകാല ബന്ധങ്ങൾക്ക് അധീനമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്നത് അതാണ് ശിർക്ക്, ഇത് അതിൽ വരുന്നില്ല എന്നാണ് അബ്ദുറഹ്മാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതിന് നേരത്തെ അനസ്വര്യം പറഞ്ഞു ഭൗതികമായ വിഷയം. മുമ്പ് നമ്മൾ ഇവിടെ നടന്നത് അത് ക്ലിപ്പിംഗ് കേൾപ്പിക്കാൻ സൗകര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന സഹായം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന അതാണ് ശിർക്ക്. എന്നാൽ ഈ ഞാൻ ചോദിച്ചത് ഇമാമുൽ എന്ന ഹദീത്ത് ഇത് ഇല്ല. ഇതാണ് സക്കീർ സുലൈം പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം ബോധ്യായി എന്താ? സക്കീർ സുലൈമിക്ക് ബാധമില്ല, നമ്മുടെ കേരളത്തിന് ബാധമില്ല, നമുക്ക് ആർക്കും ബാധമില്ല, ജിന്നിനോട് തേടാമെന്ന്. എങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകൂടെയാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ നമ്മളെല്ലാം പിരിക്കുന്നത് ഈ നമ്മൾ ശ്രേഷ്ഠമായ പ്രശ്നമാണ്. എന്തിനാ മനസ്സിക്കുന്നത്? അതാണ് സാധനം ഇവിടെ സംഘടനയാണ്. ആര് മറുപടി പറയാൻ അവസാനം സത്യം ചെയ്തിട്ടാണ് പോകുന്നത്. സത്യം ചെയ്തിട്ടാണ് പോകുന്നത്. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല.
എന്റെ പണ്ഡിതന്മാരോടും അതുപോലെ എന്റെ നേതാക്കളോടും എനിക്ക് പറയാനുള്ള വാചകം ഇതാ, വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു നിർത്താം. ഇത് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട, തീർന്നു. അല്ല, എന്നോട് ചോദിക്കണ്ട. കാരണം ശരിയല്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ തോറ്റു. അതന്നെ, തീർച്ചയായും ഞാൻ നിങ്ങളുടെ മുന്നിൽ തോറ്റിരിക്കുന്നു. ഓക്കെ, ഇനി അത് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ തീർന്നത്. തീർന്നോളൂ. അങ്ങനെ അവിടെ നിൽക്കൂ. തീർച്ചയായും ഓക്കെ അവിടെ നിൽക്കും. തീർച്ചയായും അവിടെ നിൽക്കൂ. അല്ല ഞാനേ ഒന്നും നിങ്ങൾ ഇരിക്കണം. അത് അദ്ദേഹം അത് തോറ്റു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. ജമിയത്ത് ഉലമയിൽ തോൽക്കുന്ന വിഷയമില്ല. നിങ്ങൾ മുന്നണിയിരിക്കണം. ഇത് അദ്ദേഹം പറയാനുള്ളത് കേട്ട് കഴിഞ്ഞിട്ട് പോലും പറയേണ്ടി പറയാം. ഇനി പറയുന്നത് കേട്ടോളൂ. കാരണം വെച്ചാല് എനിക്ക് വാശി പിടിച്ച് നിങ്ങളുടെ മുന്നിൽ ജയിക്കണമെന്നില്ല. ഞാൻ ജയിക്കാൻ വന്ന ആളുമല്ല. നിങ്ങളുടെ മുന്നിൽ 1000 പെട്ട് തോറ്റു തരാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷേ എന്റെ ആദർശവും എന്റെ വിശ്വാസവും ഈ ജമിയത്ത് ഉലമ പറഞ്ഞ വിശ്വാസവും ആദർശവുമാണ്. അത് ശരിയാണ്, 100% ശരിയാണ്. അത് ഇവിടെയും പരാജയപ്പെടുകയില്ല. കുല്ലിഹി, അതെല്ലാത്തിന്റെയും മേലെയുള്ള ആദർശമാണ്. നിങ്ങളുടെ മുന്നിൽ വ്യക്തിപരമായി ഞാൻ തോറ്റുതരാം, നിങ്ങൾ ജയിച്ചോളൂ, 100 വട്ടം ജയിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല. ഇവിടുത്തെ വിഷയം എന്താ അറിയോ? ഒന്ന്, സക്കരിയ സലാഹി പറയുന്നത് എന്നിട്ട് മൂരി പിഞ്ഞാണ കടയിൽ കയറിയതുപോലെ ഇജ്തിഹാദിന്റെ വാതിൽ തള്ളി തുറന്ന് ചവിട്ടിപ്പൊട്ടിച്ച് നിങ്ങൾ സ്വന്തം ഇജ്തിഹാദ് നടത്തി ശിർക്ക് സ്ഥാപിക്കുകയാണ്. ആ ഇജ്തിഹാദിന്റെ കോട്ടകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത്. നിങ്ങൾ വയർക്കും, ഇനിയും വയർത്തുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് പോയാലും 2 ദിവസം ഉറക്കം വരൂല. കാരണം ആ തരത്തിലുള്ള വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും കാലം മുഖാമുഖമെന്ന പ്രകടനം നടത്തി സ്ഥാപിച്ചിട്ടുള്ള ശിർക്കാണ് എന്നും പറഞ്ഞ് സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല. പിന്നെ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ 2ാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങളിവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിനാദിയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാല് നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നത് ഇവർക്ക് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യസിദ്ധികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുണ്ട്. ഇത് ദുർബലമായ ഹദീസാണ്, സഹീഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. സഹീ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. പിന്നെ എന്റെ 1ാമത്തെ ചോദ്യത്തിന്റെ സമദിയത്തുമായി സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല.